ഈ ഒരൊറ്റ റെസിപ്പി മാത്രം മതി ട്ടോ വയറും മനസ്സും ഒരുപോലെ നിറയാനായിട്ട്. അത്ര സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്യാരറ്റും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ടേസ്റ്റിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ ഫാനായി മാറും. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ക്യാരറ്റ് ഒന്നങ്ങ് ചൂടാക്കി എടുക്കാവേ നമുക്ക്. മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടായ ക്യാരറ്റിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് വേവിച്ച് കുറുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. പാല് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങട് വെന്ത് വരികയും ചെയ്യും. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ക്യാരറ്റ് ഇരിക്കുകയും ചെയ്യും ട്ടോ. നന്നായിട്ട് തിളച്ച പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി മറ്റൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേയിലേക്ക് ക്യാരറ്റ് അങ്ങ് മാറ്റി കൊടുക്കാവേ. നല്ലോണം പ്രസ്സാക്കി ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ പാലൊന്ന് തിളപ്പിച്ചെടുക്കലാണ്. 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റാർഡിന്റെ മിക്സും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ശരിക്കും ഒന്ന് കുറുകി വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ട്ടോ. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. തിളച്ച് കുറുകി വരുമ്പോൾ ക്യാരറ്റിന്റെ മേളിലേക്ക് ഒഴിച്ച് നല്ലോണം സെറ്റ് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വലിയ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നന്നായിട്ട് തണുത്ത് കിട്ടും ട്ടോ. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടാവും.